ഹലോ ഗായ്സ്, ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ലാസ്റ്റ് എപ്പിസോഡിൽ സീനിയർ ബുയാനെ കിസ് ചെയ്യാണ്. എന്നാൽ പക്ഷെ ബുയാന് അതൊന്നും തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഉടനെ അവൻ സോറി, എന്നോട് ക്ഷമിക്ക്, ആ സാഹചര്യത്തിൽ ചെയ്തു പോയതാണെന്നൊക്കെ പറഞ്ഞ് അവളോട് ക്ഷമ ചോദിക്കും. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിനെ കുറിച്ച് ഫുൾ ബാഡ് കമന്റ്സ് ആണ് വരുന്നത്. അങ്ങനെ അത് സ്റ്റോപ്പ് ആക്കാൻ വേണ്ടി ഹീറോ ബുയന്റെ ബ്രദർ ചെയ്ത എല്ലാ തെറ്റുകളും റിപ്പോർട്ടേഴ്സിന് കൊടുത്തിട്ട് അത് പബ്ലിഷ് ചെയ്യാൻ പറയുന്നുണ്ട്. അതേസമയം ഇവിടെ ബുയാൻ 6 വർഷം മുമ്പ് യു ചാങ് ഇല്ലീഗൽ സബ്സ്റ്റൻസ് യൂസ് ചെയ്ത് എന്നതിന്റെ എവിഡൻസ് ഒക്കെ തപ്പാണ്. പക്ഷെ അവൾക്കൊന്നും തന്നെ കിട്ടുന്നില്ല. ഫ്രണ്ടിനും അവളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അന്നേരം ബുയാൻ ആലോചിക്കുന്നുണ്ട്, 6 വർഷം മുമ്പ് അന്ന് നടന്ന മാച്ചിങ്ങിന് മുമ്പായി 2 തവണ അവന് ടെസ്റ്റ് എടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ടെസ്റ്റ് എടുത്തപ്പോ എന്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും അവനെ കൊണ്ട് എടുപ്പിച്ചു. 2ാമത്തെ ടെസ്റ്റ് എടുക്കുന്നതിന് മുമ്പായി അവന്റെ കോച്ച് അവനക്ക് ജ്യൂസ് പോലെ എന്തോ ഒന്ന് കുടിക്കാൻ കൊടുത്തിരുന്നു. എനിക്ക് തോന്നുന്നു ആ കോച്ച് ജ്യൂസിൽ എന്തോ കലർത്തി അവനെ ഇതിൽ നിന്നും അറിഞ്ഞുകൊണ്ട് പുറത്താക്കിയതാണെന്ന്. അങ്ങനെ അവള് ആദ്യത്തെ റിസൾട്ട് കിട്ടിയാൽ അതിൽ അവനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഉറപ്പാണ്. എന്നിട്ട് അവള് അന്നത്തെ കോച്ചിനെ കുറിച്ച് അന്വേഷിക്കും. അയാളെ കണ്ടാൽ തന്നെ അറിയാം അയാളൊരു മോശം ആളാണെന്ന്. എന്നിട്ട് അവള് അയാളുടെ അടുത്തോട്ട് പോയിട്ട് എനിക്ക് യൂച്ചാന്റെ അന്നത്തെ ടെസ്റ്റ് റിസൾട്ട് വേണമെന്ന് പറയും. നോ അതൊന്നും പറ്റില്ല, എന്നെ കൊണ്ട് അതൊന്നും തരാൻ പറ്റില്ലെന്ന് അപ്പോ അയാൾ പറയും. കൂടാതെ നിന്റെ ബ്രദർ ഈ കാര്യം അറിഞ്ഞാൽ അവനെന്നെ കൊന്നുകളയുമെന്നും അയാൾ പറയും. അപ്പോ അവളെ ഞാൻ നിങ്ങൾക്ക് അതിലും 10 മടങ്ങ് പണം തരാം. കൂടാതെ ഇപ്പോൾ നമ്മൾ 2 പേരും സംസാരിക്കുന്നതും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അവനെ കേൾപ്പിച്ചാൽ നീ കാശ് വാങ്ങിയില്ലെങ്കിലും അവൻ എന്നെ കൊല്ലുമെന്ന് അവൾ പറയും. അങ്ങനെ അയാൾ അത് പേടിച്ചു കൊടുക്കും. അങ്ങനെ അവൾ അതെല്ലാം പബ്ലിഷ് ചെയ്തു. നമ്മുടെ ഹീറോനെ ഇപ്പൊ സേഫ് ആക്കിയിട്ടുണ്ട്. അവനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നും എല്ലാം അവളുടെ ബ്രദറിന്റെ പണിയാണെന്നും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അന്നേരം അങ്ങോട്ട് അവളുടെ ബ്രദറിന്റെ ആളുകൾ വരികയും അവളെ ബലമായി പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അന്നേരം കൃത്യസമയത്ത് അങ്ങോട്ട് യൂചാങ് വരികയും അവളെ രക്ഷിക്കുകയും ചെയ്യും. ശേഷം അവള് നീയല്ലേ എന്റെ മേലുള്ള എല്ലാ ബാഡ് കമന്റ്സും സ്റ്റോപ്പ് ചെയ്തത് എന്ന് സന്തോഷത്തോടെ ചോദിക്കും. അപ്പൊ അവനും ഞാൻ ഇല്ലീഗൽ സബ്സ്റ്റൻസ് യൂസ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതും നീയല്ലേ എന്ന് ചോദിക്കും. അന്നേരം അവള് എന്റെ ഫാമിലിയാണ് എല്ലാ തെറ്റും ചെയ്തത്, എന്റെ ഫാമിലി കാരണമാണ് നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, നീ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാകും, എന്നോട് ക്ഷമിക്കണമെന്ന് അവൾ അവനോട് പറയവേ നിനക്കും നിന്റെ ഫാമിലിക്കും ഞാൻ കാരണം ഒരു പ്രശ്നവും വരാൻ പാടില്ല, ഞാൻ കാരണമാണ് ഇപ്പോ അവർക്ക് നിന്നോട് ദേഷ്യം. അപ്പോ അവള് എന്തായാലും സത്യം പുറത്തു വരണം, നീതിക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോ അവൻ അവളുടെ ഫേസ് പിടിച്ചിട്ട് നീതിക്ക് വേണ്ടിയോ, അപ്പോ വേറെ ഒന്നുമില്ലടോ എന്ന് പറയുമ്പോൾ അവള് നോക്കി, ഇപ്പോൾ നമ്മൾ രണ്ടാളും നല്ല ഹാപ്പി റിലേഷൻഷിപ്പിലാണ്, നമുക്കും വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്ത് ഹാപ്പി റിലേഷൻഷിപ്പോ? അതെന്ത് റിലേഷൻഷിപ്പാ? അതെന്താണെന്ന് വെച്ചാൽ ആ റിലേഷൻഷിപ്പിൽ ഞാൻ നിന്നെ നന്നായി ലവ് ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞ് അവൾ അവനെ കിസ് ചെയ്യാൻ നിൽക്കാണ്. അപ്പോഴേക്കും അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ആ 2 കുഞ്ഞുങ്ങളും ഓടി വരും. എന്നിട്ട് അവർ വേഗം കാഷ്വലായിട്ട് നിൽക്കും. എന്നിട്ട് കുഞ്ഞുങ്ങൾ യൂച്ചാൻ നിന്നെ ഞങ്ങൾ എത്രമാത്രം മിസ് ചെയ്തെന്നറിയോ എന്നൊക്കെ പറഞ്ഞ് അവർ യൂച്ചാന്റെ കൂടെ കളിക്കാൻ തുടങ്ങും. ഇവരുടെ ഈ ഹാപ്പിനെസ് കണ്ടിട്ട് ഈ ഫ്രണ്ട് ബുയാനോട് 3 ഒരേ രക്തമല്ലേ, ഒരേ പോലുണ്ട്, കാണാനും സ്വഭാവം ഒക്കെ എല്ലാം. അല്ല മോളെ, നീ എപ്പോഴാ അവനോട് സത്യങ്ങളെല്ലാം പറയാൻ പോകുന്നേ? അന്നേരം അവള് ആദ്യം അവന്റെ അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം പോകണം, അതിനുശേഷം മാത്രമേ ഞാൻ അവനോട് സത്യങ്ങളെല്ലാം പറയൂ. അതേസമയം ഇവിടെ ബുയാന്റെ ബ്രദർ ചെയ്ത് എല്ലാ തെറ്റുകളും അറിഞ്ഞ് റിപ്പോർട്ടേഴ്സ് അവനെ ഫോളോ ചെയ്യാണ്. അവന്റെ അച്ഛനും അവനോട് ഈ കമ്പനി വിട്ട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടുണ്ട്. 6 വർഷം മുമ്പ് നീയാണ് അവന്റെ ജ്യൂസിൽ ഡ്രഗ് കലർത്തിയത്, അതെനിക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് അവൾ കൺസീവ് ആയതും. ചെറുപ്പം മുതലേ നിങ്ങൾ ഒരുമിച്ച് വളർന്നതല്ലേ, എന്തിനാണ് നീ അവളോട് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു അവനോട് ദേഷ്യപ്പെടും. എന്നിട്ട് അവനക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് കൊടുത്തിട്ട് ഇതിൽ കുറച്ച് കാശുണ്ട്, ഇനി കുറച്ച് ദിവസത്തേക്ക് എവിടേക്കെങ്കിലും മാറി നിൽക്കെന്ന് പറയും. എന്നിട്ട് അച്ഛൻ മീഡിയാസിനോടെല്ലാം എന്റെ മകൻ ഇനി ഈ കമ്പനി ഇഷ്യൂസിലൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്റർവ്യൂ കൊടുക്കുകയാണ്. എന്നാൽ ഇതേ സമയം ഇവിടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മ ഇയാളെ കണ്ട് ആകെ ഷോക്കാകും. സംഭവം എന്തെന്നാൽ യൂച്ചാങ് ചെറിയ പയ്യനായിരുന്നപ്പോൾ അവരുടെ അച്ഛൻ ഇവരുടെ കൂടെ ചേർന്ന് ബിസിനസ് ആരംഭിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം അവരുടെ അച്ഛൻ മരിച്ചു പോവുകയുണ്ടായി. അതിനെല്ലാം കാരണം ഇയാളാണെന്ന് പറഞ്ഞിട്ട് ഇയാളുടെ മേൽ നല്ല ദേഷ്യത്തിലായിരുന്നു അമ്മ. അപ്പൊ ബുയാന്റെ അച്ഛൻ ഇവരാണോ എന്നൊക്കെ ആലോചിച്ച് അമ്മ ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. ഇപ്പോ കറക്റ്റ് ടൈമിൽ ഹീറോയിനും വന്നിട്ട് അമ്മേ എനിക്കൊരു സത്യം പറയാനുണ്ടെന്ന് ബുയാൻ പറയും. അവൾ കുഞ്ഞുങ്ങളെ പറ്റി പറയാൻ വന്നപ്പോഴേക്കും അമ്മ അവളെ ദേഷ്യത്തോടെ തള്ളി മാറ്റിയിട്ട് നീ ആദ്യം ഈ വീട്ടിൽ നിന്നും ഇറങ്ങിക്കോ, നിന്നെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് അമ്മ അവിടെ മഴങ്ങി വീഴും. ഉടനെ അമ്മയെ അവർ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. ശേഷം ഡോക്ടർ വന്നിട്ട് അമ്മയുടെ കണ്ടീഷൻ വളരെ മോശമാണ്, ഇപ്പോ ക്രിട്ടിക്കൽ ആണെന്ന് പറയും. ഇവരെ ചികിത്സിച്ചു രക്ഷിക്കാൻ ഒരേ ഒരു ഡോക്ടർക്ക് മാത്രമേ സാധിക്കൂ, അവർ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ ഈ അടുത്ത് അവർ റിട്ടയർഡ് ആയി പോയെന്നൊക്കെ ഈ ഡോക്ടർ പറയും. അപ്പോ സീനിയർ വന്നിട്ട് നിനക്ക് നിന്റെ അമ്മയെ രക്ഷിക്കണമെങ്കിൽ വേഗം ആ ഡോക്ടറിനെ പോയി കണ്ടുപിടിക്കാൻ നോക്കെന്ന് പറയും. അപ്പൊ ബുയൻ നീയോ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ എന്ന് ചോദിക്കും. അപ്പോ സീനിയർ അവർ നിന്റെ അച്ഛന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവരോട് നീ ഹെൽപ്പ് ചോദിച്ചാൽ തീർച്ചയായും അവർ വരും, പക്ഷെ നീ നിന്റെ അച്ഛന്റെ മുഖത്ത് പോലും നോക്കാറില്ലല്ലോ, എന്നോ ഇറങ്ങി പോയതല്ലേ, അപ്പൊ എങ്ങനെയാ നീ ഹെൽപ്പ് ചോദിക്കുക? യൂച്ചാങ്ങിന് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അവൾ അവളുടെ വീട്ടിലേക്ക് പോയിട്ട് ഗേറ്റിന് മുന്നിൽ നിന്നിട്ട് ഉറക്കെ അച്ഛനെ വിളിക്കും. അവിടെ സീനിയറും അച്ഛനെ കാണാൻ വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ പ്രാവശ്യം ബുയാനെ ഹെൽപ്പ് ചെയ്യണം, നിങ്ങളും ബുയാനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ, താല്പര്യമുണ്ടെങ്കിൽ ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഇതെല്ലാം കേട്ട് അച്ഛൻ നീ എന്തിനാ ഇതെല്ലാം ചെയ്യുന്നേ? അപ്പോ അവൻ എനിക്ക് ബുയാനെ നല്ല ഇഷ്ടമാണ്, ഞങ്ങൾ 2 ആളെയും ഒന്നിപ്പിക്കണമെന്ന്
അവൻ അച്ഛനോട് പറയും. അതേസമയം ഇവിടെ ഭൂയൻ എല്ലാവരെയും അടിച്ചിട്ട് അകത്തോട്ട് വരും. അവളുടെ നാനിയും അകത്തോട്ട് വരരുതെന്ന് പറഞ്ഞ് അവളെ തടഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ അവള് അവരെയും ഒഴിവാക്കിയിട്ട് അകത്തോട്ട് വരും. എന്നിട്ട് അച്ഛനോട് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം, യൂച്ചാന്റെ അമ്മയ്ക്ക് തീരെ വയ്യ, നിങ്ങളുടെ ഫ്രണ്ട് അല്ലേ ആ ഡോക്ടർ, നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്തിട്ട് ദയവ് ചെയ്ത് അവരോടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയാവോ എന്ന് അപേക്ഷിക്കും. അപ്പോൾ അവളുടെ സ്റ്റെപ്പ് മദർ 6 വർഷം മുമ്പേ ഈ കുടുംബത്തിന്റെ മാനം നശിപ്പിച്ച് പോയവളല്ലേ നീ ഒരു നാണവുമില്ലാതെ വീണ്ടും ഇതാ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു, നീ കാരണം എന്റെ മകനെ ഇപ്പോൾ ഇതാ പുറത്താക്കിയിരിക്കുന്നു, അതോടെ നമ്മുടെ കമ്പനി പ്രോഫിറ്റ് എല്ലാം പോയി എന്നൊക്കെ പറഞ്ഞ് അവർ അവളോട് ദേഷ്യപ്പെടണേ. എന്ത് കമ്പനി പ്രോഫിറ്റോ, അവൻ ചെയ്ത തെറ്റുകളൊന്നും നിങ്ങൾക്ക് അറിയില്ലേ, അവൻ കാരണം എത്ര പേരുടെ ജീവിതം സ്പോയിലായി എന്നറിയുമോ എന്ന് ഭൂയാൻ പറയുമ്പോൾ അച്ഛൻ അവളോട് നിനക്ക് കമ്പനിയാണോ മുഖ്യം അതോ ആരുടെയെങ്കിലും ജീവിതമാണോ എന്ന് ചോദിക്കും. അപ്പോൾ അവളെ ഒന്നും തന്നെ പറയില്ല. ശരി, ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാം, എന്നാൽ അതിന് പകരം നമ്മുടെ കമ്പനിക്ക് നീ കാരണം ഒരുപാട് ലോസ് സംഭവിച്ചിട്ടുണ്ട്, അതിന്റെ എല്ലാം കടം നീ അടക്കണമെന്ന് പറയും. അന്നേരം അവൻ നശിപ്പിച്ചതിന് ഞാൻ എന്തിനാ അടക്കുന്നേ, പണം നമുക്ക് എപ്പോ വേണമെങ്കിലും സമ്പാദിക്കാം, പക്ഷെ മനുഷ്യന്റെ ജീവൻ അങ്ങനെയല്ല, അതും നമ്മുടെ കമ്പനി മൂലമാണ് അവന്റെ ലൈഫ് സ്പോയിലായത്, അതിനെല്ലാം ഉത്തരവാദിത്തം നിങ്ങൾക്കാണെന്ന് അവള് പറയും. അന്നേരം അച്ഛൻ നീ ഒട്ടും മാറിയിട്ടില്ല, നിന്നെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്നും പുറത്താക്കും. എന്നാൽ അവൾ എവിടേക്കും പോകാതെ അവിടെ തന്നെ ആ മഴയത്ത് അച്ഛനെയും കാത്തു നിൽക്കും. അവളുടെ ഈ നിസ്സഹായാവസ്ഥ കണ്ട് അവളെയും അച്ഛനിങ്ങനെ നോക്കി നിൽക്കാണ്. എന്റെ മകളെ കുറിച്ച് എനിക്കറിയാം, അവളൊരു വാശിക്കാരിയാണ്, നീ പറയുന്ന പോലെ ഞാൻ ചെയ്യാമെന്ന് അച്ഛൻ സീനിയറോട് പറയും. എന്നിട്ട് അച്ഛൻ ആ ഡോക്ടറെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞേക്കും. എന്നാൽ അന്നേരം അവിടെ വെള്ളി വന്നിട്ട് ഞാനാണ് ഡോക്ടറിനെ കൂട്ടിക്കൊണ്ടുവന്നതെന്ന് കള്ളം പറയും. അപ്പോ മറ്റേ ആന്റി നോക്ക്, നിനക്കും വേണ്ടി വെള്ളി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ, എന്നാ നിന്റെ ഭാര്യയോ നിന്റെ അമ്മക്ക് വയ്യാന്നറിഞ്ഞിട്ട് എവിടെ പോയി ഒളിച്ചിരിക്കാണ്, വെള്ളിയെ പോലുള്ള പെണ്ണാണ് നിനക്ക് മാച്ച് എന്നൊക്കെ ആ ആന്റി പറയുമ്പോ അവൻ ദേഷ്യത്തോടെ ഭൂയാൻ എന്റെ വൈഫാണ്, അവളാണ് എനിക്ക് മുഖ്യം, അല്ല നിനക്ക് എങ്ങനെ ആ ഡോക്ടറിനെ അറിയാം, അവർ റിട്ടയർഡ് ആയെന്നൊക്കെ കേട്ടിരുന്നല്ലോ, എന്തടാ ഞാനാണ് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ, നിനക്കും വേണ്ടി കഷ്ടപ്പെട്ട എന്നോട് നീ ഇങ്ങനെ തന്നെ പറയണം എന്നൊക്കെ പറഞ്ഞ് ആക്ട് ചെയ്യാൻ തുടങ്ങും. ഇവിടെ ഡോക്ടർ വന്നിട്ട് അവരുടെ സർജറി എല്ലാം കഴിഞ്ഞു അവർ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയും. ഇവിടെ ഭൂയാനാകെ മഴയിൽ നനഞ്ഞു ഒരു അവശ നിലയിലാണ്, അവൾക്ക് പനിയൊക്കെ പിടിച്ച് അവിടെ മയങ്ങി വീഴും. എന്നിട്ട് സീനിയർ അവളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് അവളെ ട്രീറ്റ്മെന്റ് ചെയ്യും. അന്നേരം അവൻ ഈ ഒരു ചാൻസിൽ അവളോട് ക്ലോസ് ആവാമെന്ന് മനസ്സിൽ ചിന്തിക്കും. എന്നാൽ ഇതെല്ലാം നോട്ട് ചെയ്ത് അവളുടെ ഫ്രണ്ട് യൂച്ച അങ്ങനെ കോൾ ചെയ്യും, പക്ഷെ അവൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ശേഷം അവനക്ക് മെസ്സേജ് അയച്ചിട്ട് നിന്റെ പെണ്ണിന് ഇവിടെ തീരെ വയ്യ, നീ അവളെ കാണാൻ വരുന്നില്ലേ, നീ വരുന്നില്ലേ മേലാൽ പിന്നെ ഇങ്ങോട്ട് വന്നേക്കരുതെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കും. ഇവിടെ സീനിയർ ഇതാണ് നല്ല ചാൻസ് എന്നും പറഞ്ഞ് അവൾ ഉറങ്ങിക്കിടക്കുന്ന നേരം പോയി അവളെ കിസ് ചെയ്യും. അപ്പോഴേക്കും അവളുടെ ഫ്രണ്ട് വന്നിട്ട് ഇതാ നിന്റെ സൂപ്പ് റെഡിയായെന്ന് പറഞ്ഞിട്ട് അവളെ വിളിക്കും. ശേഷം നിങ്ങൾ പോയിക്കോളൂ, അവളെ ഞാൻ നോക്കിക്കൊള്ളാമെന്നും ഫ്രണ്ട് പറയും. അതേസമയം അവൾക്ക് സുഖമില്ലെന്നറിഞ്ഞ് ഹീറോ അവളെ കാണാനായിട്ട് അങ്ങോട്ട് വരും. അപ്പോൾ അവിടെ സീനിയറെ കണ്ടതും നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നതെന്നും പറഞ്ഞ് അവനോട് അടിയുണ്ടാക്കും. എന്നിട്ട് അവനെ തള്ളിയിട്ട് ഭൂയാനെ കാണാനായി പോകും. ഇവിടെ ഭൂയാൻ ഉറക്കത്തിൽ പോലും ഹീറോന്റെ പേരാണ് പറയുന്നത്. നീ പേടിക്കാതെ ഞാനിതാ നിന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് അവൻ പറയും. ഉടനെ ഫ്രണ്ട് ഇനി മുതൽ അവളെ നന്നായി നോക്കിക്കോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് അവൾ സീനിയറേയും കൂട്ടി അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫല്ലേ നമ്മൾ കട്ടുറുമ്പാകണ്ടെന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടി അവിടുന്ന് പോകും. ഇവിടെ യൂച്ചാങ് രാത്രി മുഴുവൻ അവളുടെ കൂടെ ഉറങ്ങാതെ കിടക്കാണ്, അവളെ നന്നായി നോക്കുന്നുണ്ട്. കൂടാതെ അവൾക്ക് കഴിക്കാൻ കഞ്ഞിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന്റെ അമ്മ എഴുന്നേറ്റിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവനക്ക് മെസ്സേജ് വരും. അപ്പോൾ അവൻ ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ അവനക്ക് പറയാനുള്ളത് എഴുതി വെക്കും. നിനക്ക് ഞാൻ കഞ്ഞിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സമയത്തിന് കഴിക്കണം, എനിക്ക് വേണ്ടി ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണം എന്ന് എഴുതിയിട്ട് അവൾക്കൊരു ചുംബനവും കൊടുത്ത് അവൻ അവിടുന്ന് ഇറങ്ങും. ഇവിടെ അമ്മ അവനോട് എന്നെ രക്ഷിച്ചത് വെള്ളിമോളാണ്, അതുകൊണ്ട് അവൾക്ക് നമ്മൾ എന്തായാലും നന്ദി ചെയ്യണം, അമ്മ പേടിക്കണ്ട അമ്മേ, എല്ലാം ഞാൻ കണ്ടു നോക്കിയും ചെയ്താളാമെന്ന് അവൻ പറയും. അപ്പോ വെള്ളി എനിക്കെന്തിനാ നന്ദിയൊക്കെ, എനിക്ക് എന്താ വേണ്ടതെന്ന് നിനക്കറിയില്ലേ. അപ്പോ അമ്മ അതേ മോനെ, അവൾക്ക് നിന്നെ ഇഷ്ടമാണ്, നീയും അവളും ഉടനെ വിവാഹം കഴിക്കണമെന്ന് പറയും. ഉടനെ അവൻ വെള്ളിയെയും കൂട്ടിയിട്ട് പുറത്തേക്ക് വരും. നീ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം, നമ്മൾ രണ്ടാളും ഒരിക്കലും ഒരുമിക്കില്ല എന്നല്ലേ, എന്നാ എനിക്ക് അതിലൊന്നും വിഷമമില്ല. ഇന്നലെ രാത്രിയിലെ ആ ഇടിവെട്ടുമഴയിലും നിനക്ക് വേണ്ടിയാണ് ഞാൻ ഡോക്ടറിനെയും അന്വേഷിച്ച് പോയത്, എന്താണെന്നാൽ എനിക്ക് നിന്നെ അത്രക്കും ഇഷ്ടമാണ്. എന്നാൽ ആ ഭൂയാൻ എന്താ ചെയ്ത് നിന്റെ അമ്മക്ക് തീരെ വെയ്യെന്നറിഞ്ഞതും ഓടിപ്പോയി ഒളിച്ചിരുന്നു. അപ്പോ അവന് അതിന് നീ എന്തിനാ എത്ര വലിച്ചു നീർന്നത്, അവളെ പറ്റി നീ എന്തിനാ അന്വേഷിക്കുന്നേ, അവളെ എനിക്കൊരു ഹെൽപ്പ് ചെയ്തില്ലേലും കുഴപ്പമില്ല, അവളെന്റെ വൈഫാണ്, അത്ര തന്നെ, ഞാൻ നിന്നെ ഇതുവരെ ലവ് ചെയ്തിട്ടില്ല, ഇനി ലവ് ചെയ്യാനും പോകുന്നില്ല എന്ന് പറഞ്ഞ് അവളോട് അവിടുന്ന് പോകാൻ പറയും. അന്നേരം അവൾ അവനെ പിടിച്ചു വെച്ചിട്ട് ഇനി മുതൽ നീ എനിക്കുള്ളതാണെന്ന് പറഞ്ഞ് അവനെ പിറകിലൂടെ കെട്ടിപ്പിടിക്കും. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് അങ്ങോട്ട് കറക്റ്റ് ടൈമിൽ ഭൂയാൻ വരും. അല്ല നിനക്ക് വെയ്യാത്തതല്ലേ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നെന്ന് യൂച്ചൻ അവളോട് ചോദിക്കും. ഇന്നലെ രാത്രി വെള്ളി പോയി ഡോക്ടറിനെ കൂട്ടിക്കൊണ്ടുവന്നു, അതുകൊണ്ട് അവളോട് എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് നീ പറ എന്നവൻ അവളോട് പറയും. അപ്പോ വെള്ളി യൂച്ചന്റെ അമ്മക്ക് വെയ്യാതായപ്പോൾ നിന്നെ ഈ പരിസരത്ത് പോലും കണ്ടിട്ടില്ലല്ലോ, ഇപ്പൊ എല്ലാം സോൾവ് ആയെന്നറിഞ്ഞപ്പോൾ കാണാൻ വന്നിരിക്കുന്നു, അതുകൂടാതെ നിന്റെ ഹസ്ബൻഡ് എന്നെ ഹഗ് ചെയ്തിട്ടും നിനക്കൊരു കൂസലുമില്ലല്ലോ, നിനക്ക് ശരിക്കും അവരുടെ ലവ് ഉണ്ടോടി, നീ വെറും ഒരു പേരിന് മാത്രമാണോ വൈഫ് എന്നൊക്കെ ചോദിച്ച് അവളെ ഭ്രാന്ത് പിടിപ്പിക്കും. അപ്പൊ ഭൂയൻ അല്ല, അപ്പൊ നീ ചെയ്യുന്നതെല്ലാം കണ്ട് കരഞ്ഞുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഓടിപ്പോകാനാണോ നീ ഇതെല്ലാം ചെയ്തേ, എന്നാ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, കാരണം എനിക്ക് യൂച്ചാനെ അത്രക്കും വിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് അവന്റെ കൈ പിടിക്കും. നിന്നെ പോലുള്ള ആളുകൾക്കൊന്നും ഞങ്ങളെ പിരിയിക്കാൻ പറ്റില്ല എന്നും പറയും. ശേഷം യൂച്ചങ്ങ് വാ നമുക്ക് അമ്മയെ കാണാൻ പോകാം
പോകാമെന്ന് പറഞ്ഞ് അവളെയും കൂട്ടി അകത്തോട്ട് കയറാൻ നിൽക്കും. അപ്പോ അവള് വേണ്ട വേണ്ട, അമ്മക്ക് ഓൾറെഡി എന്നോട് ദേഷ്യമാണ്, ഞാൻ അകത്ത് വന്നാൽ അമ്മക്ക് വീണ്ടും പ്രഷർ കൂടും, അതുകൊണ്ട് വേണ്ടെന്ന് പറയും. ശേഷം ഭൂയാൻ വെള്ളിയോട് അല്ല നീ ഹെൽപ്പ് ചെയ്തതിന് പകരം നിനക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കും. അപ്പോ അവളെ എന്തായാലും അമ്മക്ക് നിന്നെ ഇഷ്ടമല്ല, അമ്മക്ക് എന്നെയാണ് ഇപ്പോൾ ഇഷ്ടം, സോ ഞാൻ അവന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവന്റെ കൂടെ അകത്തോട്ട് പോകും. അമ്മയോടൊപ്പം അവർ രണ്ടാളും ഇരിക്കുന്നത് കണ്ട് ഭൂയാനാകെ സങ്കടമാകും. ശേഷം ഇവിടെ സീനിയർ അച്ഛനെ വിളിച്ചിട്ട് നിങ്ങളുടെ മകൾ ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങളോട് പറഞ്ഞതിന് സമയമായെന്നും പറയും. അതിനുശേഷം അച്ഛൻ അവളെ കാണാനായിട്ട് അങ്ങോട്ട് വരും. അച്ഛനെ കണ്ട് കുട്ടികൾ രണ്ടാളും പേടിച്ചിട്ട് ഒളിച്ചിരിക്കുകയാണ്. അപ്പോ അവൾ അല്ല നിങ്ങൾ എന്താ ഇങ്ങോട്ടൊക്കെ വന്നേ, നീ പറഞ്ഞ പോലെ യൂച്ചാന്റെ അമ്മക്കും വേണ്ടി ഞാൻ ഡോക്ടറിനെ എല്ലാം സെറ്റാക്കി തന്നില്ലേ, ഇനി നീ നിന്റെ വാക്ക് എപ്പോ പാലിക്കുമെന്ന് ചോദിക്കും. അപ്പോ അവൾക്ക് മനസ്സിലാകും വെള്ളിയല്ല ഡോക്ടറിനെ കൂട്ടിക്കൊണ്ടുവന്നതല്ലെന്ന്, അവൾ കള്ളം പറഞ്ഞതാണെന്ന് മനസ്സിലാക്കി സത്യം എന്താണെന്നറിയാൻ അവൾ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു കൺഫേം ചെയ്യും. ശേഷം അത് ചെയ്തത് അച്ഛനാണെന്നറിയുകയും ശേഷം അവൾ അച്ഛനോട് ശരി ശരി നിങ്ങൾ പറഞ്ഞ പോലെ എന്റെ കമ്പനി പ്രോഫിറ്റ് ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം എന്ന് പറഞ്ഞിട്ട് അവൾ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യും. ഇനി മുതൽ നീയാണ് നമ്മുടെ ഹുംഫോ ഗ്രൂപ്പിന്റെ പുതിയ സിഇഒ, മറക്കാതെ നാളെ മുതൽ കമ്പനിയിൽ വരണമെന്ന് അച്ഛൻ പറയും. അപ്പോ അവളെ എന്ത് സിഇഒ, എന്തിനെ കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നേ അവൾ ചോദിക്കുമ്പോൾ പിന്നെ നിന്റെ കമ്പനി ഷെയർസ് എല്ലാം എനിക്ക് എഴുതി തന്നിട്ട് അപ്പോ നിന്റെ കമ്പനിയും എന്റെ കമ്പനിയും ഒന്നായി നോക്കേണ്ട കടമ നിനക്കാണ്, സോ അതുകൊണ്ട് നിന്നെ സിഇഒ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. എനിക്കും നിന്റെ അമ്മക്കും ഈ കമ്പനി എത്ര പ്രധാനപ്പെട്ടതാണെന്ന് നിനക്കറിയില്ലേ, അതുകൊണ്ട് നീ നിന്റെ അമ്മക്ക് വേണ്ടി നീ അത് ചെയ്യണമെന്ന് അച്ഛൻ പറയും. അപ്പോൾ അവൾ ഞാൻ യൂച്ചാന്റെ അമ്മ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയി വന്നിട്ട് ചാർജ് എടുത്തോളാം എന്ന് പറയും. ഓ അതെല്ലാം നിന്റെ ഇഷ്ടമെന്ന് അച്ഛൻ പറയും. അപ്പോൾ അവൾ നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ ആ ഫാമിലിയിലേക്ക് തിരിച്ചു വരാനാണല്ലേ, ആ എനിക്കും വയസ്സായില്ലേ എന്ന് പറഞ്ഞ് അച്ഛൻ അവിടുന്ന് പോകും. ഇതേ കമ്പനിയിലാണ് വെള്ളിയും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ കമ്പനിയിലെ മറ്റു സ്റ്റാഫ് അവളോട് പൂയാന്റെ കമ്പനി അവളുടെ അച്ഛൻ വാങ്ങിയിട്ടുണ്ടെന്നും അവളുടെ എല്ലാം നഷ്ടപ്പെട്ടെന്നും കൂടാതെ അവൾ കടത്തിൽ മുങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും നൈറ്റ് ഫുൾ മഴയത്ത് ഈ കാര്യം പറഞ്ഞു കെഞ്ചിയതും പറയും. ഇതൊക്കെ കേട്ട് വെള്ളിക്ക് നല്ല സന്തോഷമാകും. ഇനി അവളുടെ എല്ലാം നഷ്ടപ്പെട്ടു, യൂച്ചാനും വൈകാതെ നഷ്ടപ്പെടും എന്നും പറഞ്ഞ് സന്തോഷിക്കുമ്പോൾ അങ്ങോട്ട് കമ്പനിയുടെ ന്യൂ സിഇഒ ആയിട്ട് ഭൂയാൻ വരും. പക്ഷെ വെള്ളിക്ക് അറിയില്ല അവളാണ് ന്യൂ സിഇഒ എന്നുള്ളത്. അങ്ങനെ അങ്ങോട്ട് ഭൂയാൻ വരികയാണ്. ഭൂയാൻ വന്നതും ആദ്യം തന്നെ കള്ളം പറഞ്ഞതിന് അവളുടെ മോന്ത കിട്ടുന്നു കൊടുക്കും. അതോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അടുത്ത എപ്പിസോഡിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.